യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖലോലുപതയുടെ എളുപ്പവഴികളല്ല, കുരിശിൻ്റെ സഹന വഴിയാണ് നോമ്പിൻ്റെ ചൈതന്യം. വേഗത്തിൽ പ്രിയം തോന്നുന്ന ക്ഷണിക സുഖത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാനായിട്ട് ഏറെ ശരീരവും ജീവിതവും മനസ്സും ആഗ്രഹിക്കുമ്പം നോമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നത് ആ കുറുക്കു വഴിയൊക്കെ വിട്ട്, ആ എളുപ്പ വഴിയൊക്കെ ഒന്ന് വിട്ടുപേക്ഷിച്ച് ത്യാഗത്തിൻ്റെ സഹനത്തിൻ്റെ വഴിയിലൂടെ നടക്കാനാണ്. ക്രിസ്തുവിനെ കാണാൻ വന്ന ജ്ഞാനികളുടെ കൂട്ടത്തിൽ ആർത്തവാൻ എത്താതെ പോയൊരു മനുഷ്യൻ്റെ കഥയുണ്ടല്ലോ. അവനിങ്ങനെ പോന്ന വഴിയിൽ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഈ സഹനത്തിൻ്റെ വഴികളെ സ്വീകരിക്കാൻ, ക്രിസ്തുവിലേക്ക് എത്തുക എന്ന വലിയ ആഗ്രഹമുള്ളിലുണ്ടായിരിക്കുമ്പോഴും അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത് ഈ ഉപേക്ഷിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട ജീവിതങ്ങൾക്ക് വേണ്ടിയുള്ള ആത്മസമർപ്പണമാണെന്നുള്ള അവബോധത്തോടു കൂടെയിട്ട് ക്രിസ്തുവിനെ കാണാൻ വൈകിയതും ഒടുവിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയാതെ പോയതുമൊക്കെ നാം വായിക്കുമ്പോൾ അറിയേണ്ട ഒരു സത്യം, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ അനുഗ്രഹത്തിൻ്റെ അഭിഷേക വഴികളെ സുഖങ്ങളോട്, തന്നിഷ്ടങ്ങളോട് പറഞ്ഞ് നോമ്പിനെ നമുക്കൊന്ന് വരവേൽക്കാം. ഈശോയെ, സുഖങ്ങൾ എളുപ്പമുള്ള സാധ്യതകളാകുമ്പം സഹനം അത് ക്രിസ്തുവിനോട് ചേർന്ന് ത്യാഗത്തോടെ സ്വീകരിച്ച് അനുഗ്രഹത്തിലേക്കെത്താൻ ഞങ്ങളെ സഹായിച്ചാലും.